സർക്കാരുമായുള്ള പോരിനിടെ ഓർഡിനൻസിൽ ഒപ്പിട്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. GST നിയമ ഭേദഗതി ഓർഡിനൻസിനാണ് അംഗീകാരം നൽകിയത്. ഒരാഴ്ച മുൻപാണ് സർക്കാർ ഓർഡിനൻസ് അയച്ചത്. വിവരങ്ങളുമായി സെയ്ഫ് സൈൻലാബ്ദീനാണ് ചേരുന്നത്. സെയ്ഫ്, സർക്കാർ ഗവർണർ പോര് ശക്തമാകുന്നതിനിടെയാണ് ഗവർണർ ഇത്തരത്തിലൊരു ഒപ്പിട്ടത്. ഏത് ബില്ലിലാണ് ഒപ്പിട്ടത്? രൂക്ഷമായ തർക്കമാണ് സർക്കാരും ഗവർണറും തമ്മിൽ നിലനിൽക്കുന്നത്. അത് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് നമ്മൾ കാണുന്നതാണ്. നിയമസഭ പാസാക്കി അയച്ച ബില്ലുകളിൽ ഗവർണർ ഒപ്പിടാതെ അത് രാഷ്ട്രപതിക്ക് അയച്ചു. സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നു. അതിനുശേഷം ഒരു അധിക സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ പിന്നീട് സംസ്ഥാന സർക്കാർ സമർപ്പിച്ചു. ഭരണഘടനയുടെ 200-ാം അനുച്ഛേദ പ്രകാരം ഗവർണർമാർ ബില്ലുകളിൽ ഒപ്പിടുന്നതിനൊരു മാർഗനിർദ്ദേശം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു സംസ്ഥാന സർക്കാർ വീണ്ടും സുപ്രീം കോടതിയെ സമീപിച്ചത്. അന്ന് വൈകുന്നേരമായിരുന്നു പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ വേദിയിൽ മുഖ്യമന്ത്രിക്ക് മുഖം കൊടുക്കാതെ മുഖ്യമന്ത്രിയോട് മിണ്ടാതിരിക്കുന്ന ഗവർണറെ കണ്ടതാണ്. അങ്ങനെ രൂക്ഷമായ തർക്കം നിലനിൽക്കുന്നതിനിടയിലാണ് ഒരു ഓർഡിനൻസിൽ, മന്ത്രിസഭ പാസാക്കി അയച്ച ഒരു ഓർഡിനൻസിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒപ്പിട്ടിരിക്കുന്നത്. GST നിയമ ഭേദഗതി ഓർഡിനൻസ് ഒരാഴ്ച മുമ്പാണ് മന്ത്രിസഭ അംഗീകരിച്ച് ഗവർണർക്ക് രാജ്ഭവനിലേക്ക് അയച്ചു കൊടുത്തത്. ഈ തർക്കത്തിനിടയിലും അദ്ദേഹം ഈ ഓർഡിനൻസിൽ ഒപ്പിട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയായി കാണാൻ കഴിയുന്നത്. ശരി, വിവരങ്ങൾ നൽകിയത് സെയ്ഫ് സൈൻലാബ്ദീനാണ്.